എന്നിട്ടടി പിന്നെ മൻ്റെ മരുന്നൊക്കെ തട്ടിമറിച്ചിടും. അതെന്ത് നെറ്റിയിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നു. തുടച്ചു തരാം. ബാ കിടക്കാനെ കുരുമ്പി വാറാമല്ല. എവിടെയെങ്കിലും കളിക്കാൻ പോയിട്ടുണ്ടാവും ഒഴുക്കിലെ മക്കൾ. ഇപ്പോൾ തലയിൽ വാറാവില്ല. ഓ എൻ്റെ ചുട്ടിന് ഒക്കെ വേണ്ട. ബാ ഇവിടെ ഒക്കെ മന ഒങ്ങ ബാ അമ്മ അടുത്ത് ഒങ്ങ് ബാ. ഞാനില്ല വേണേ ഉമ്മൻ്റെ കൈ തരാൻ കളിച്ചോ, പക്ഷെ ബാത്തരുത്. ചേച്ചു അയ്യ നിന്റെ ബാത്ത് കൊണ്ട് ചത്തോ ഞാൻ. എത്ര ഓയിൽമെൻ്റ് എന്നറിയ ഞാൻ വാങ്ങി വെക്കുന്നത് കണ്ടില്ലേ. നിന്റെ ബാത്ത് കിട്ടാൻ പയ്യടിച്ച കഴിച്ച് നമുക്ക് വേദനത്തിണ്ടാ പയ്യ. മരുന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയതാണ്. ഇത് കണ്ടു തെറ്റി തട്ടി താഴെ കൊണ്ടിടും. ഇവിടുത്തെ തട്ടി താഴെ ഇട്ടിട്ട് കട്ടിലിൻ്റെ അടിയിൽ സൈഡിൽ കൊണ്ട് ഒളിപ്പിച്ച് വെക്കും മൂപ്പര്. എന്തണ്ടി പന്നെ അത് കുറുമ്പി. അർഷാദ് എന്നാലും പറയണ്ട അമ്മ നഖം വെട്ടി കൊടുത്തോ, മേത്ത് നഖം തട്ടുന്നുണ്ട്, എനിക്ക് വേദന എടുക്കണോന്ന്. ഇവനാണെങ്കിൽ ഇങ്ങനെ കളിക്കൂലേ. അപ്പം നഖം ഇങ്ങനെ ഇവർ കളിക്കുമ്പോൾ നഖം ഇങ്ങനെ വിടർത്തി പിടിക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മേത്ത് നന്നായിട്ട് ഈ നഖം കൂർത്തിരിക്കുന്നത് പെട്ടെന്ന് തട്ടും. ഞാൻ നഖം വളർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പച്ചക്കറിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കത്തി എപ്പോഴും കയ്യിൽ തട്ടും. അപ്പോൾ നഖം ഉണ്ടെങ്കിൽ നഖത്തിൽ തട്ടുള്ളൂ. അപ്പോൾ നഖം പൊട്ടിപ്പോയാലും അത് വളർന്നു വരും. അത് കുഴപ്പമില്ല. പക്ഷേ ഇതേ പോകുന്നുണ്ടോ അടുത്തേ ഇവിടെ കിടക്കുക. നഖമില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് ദശയിൽ തട്ടും. എനിക്ക് ചെറിയ വേദന തട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, എനിക്ക് അന്നത്തെ ദിവസം ഫുള്ള് ഒരുമാതിരി ഡിപ്രഷനായി പോകും. ഒരുമാതിരി വിഷമം വന്നുകൊണ്ടേയിരിക്കും. വേദന സഹിക്കാൻ പറ്റുന്നില്ല. പനി വരുന്ന പോലെ എന്തൊക്കെയോ പോലെ തോന്നും. ചെറിയ വേദനയൊന്നും തട്ടാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സ് വല്ലാതെ വീക്കായിക്കൊണ്ടിരിക്കുവാണ്. ഹാർട്ടാണോ വീക്കാവുന്നത് മനസ്സ് എന്താണെന്നറിയില്ല. കുട്ടികളെ പോലെയായി. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ പറയും, മുമ്പ് എന്നെ കാണുന്നവരുണ്ടല്ലോ, ഇത്തിരി വയസ്സായവരായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരൊക്കെ നമ്മുടെ അടുത്ത് ഇതിപ്പോൾ ഇന്നലെയും കൂടെ പറഞ്ഞു കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നതാണ്, സാബി ചെറുപ്പത്ത് വണ്ണേ ഇല്ല, ചെറിയ കുട്ടിയായിരുന്നു, വണ്ണേ ഇല്ലാണ്ട് ഇപ്പോൾ ആൾ വലുതായി എന്നുള്ളൂ, പക്ഷെ ഇപ്പോഴും സ്വഭാവം പഴയ കുട്ടിത്തരമാണ്. ആ കുട്ടിത്തരം ഇനി മാറിയിട്ടേ ഇല്ല. അതാ നല്ലതെന്ന് പറയും കേട്ടോ അവർ. ഞാൻ പറയണം എന്തിനാ നമ്മൾ നമ്മുടെ കുട്ടിത്വം ഇതെല്ലാം മാറ്റി നമ്മളെന്താണോ അതുപോലെ ജീവിക്കുക. നമുക്ക് സന്തോഷമായി ജീവിക്കണം. നമ്മളായിട്ട് ജീവിക്കണമാണ്. മറ്റുള്ളവരുടെ ഇതിനു വേണ്ടി ജീവിക്കാൻ നിന്നാലൊന്നും ശരിയാവില്ല. അത് പറഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മളിതാക്കാം. പക്ഷെ നമുക്ക് വേണ്ടി നമ്മുടെ സ്വഭാവം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളായിട്ട് ജീവിക്കുക, അതാണ് നല്ലത്. ഇങ്ങിട്ട് വാടി സ്വത്ത്. അയ്യോ ഏച്ചു വയ്യ. അത് വാപ്പ വന്നു. വാപ്പ വന്നു പോയി എവിടെ നോക്കുമ്പോ വാപ്പ എവിടെ നോക്ക്. വാപ്പ വന്നു നോക്ക് പോയിട്ട്. ഇപ്പം ബെല്ലടിക്കും. ഇക്ക വന്നിട്ടുണ്ട്, പുറത്ത് പോയിട്ട് വരികയാണേ. ഗേറ്റ് സൗണ്ട് കേട്ടപ്പോൾ ആള് നോക്കാൻ തുടങ്ങിയണ്ട. അതാ ഡോറ് തുറന്നു. വാപ്പയുടെ പിന്നെ കണ്ട പോണ്. വാപ്പ വരും ഇങ്ങോട്ട് വരും. പതുങ്ങിയിരിക്കണോ നോക്ക്. എവിടെ വാപ്പ വന്നു പിന്നെ. ഇക്ക നിങ്ങൾ വന്നു പറഞ്ഞിട്ട് ഇവിടെ ഒരാൾ ചാടിതാ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പതുങ്ങിയിരിക്കണ്ടേ. കുഞ്ഞുമണി കുട്ടാപ്പി പിന്നെ ഫ്രണ്ടിൽ പോയി കാത്തിരിക്കുന്നതാ. ഇവിടെ കിടന്നാണ് ഗേറ്റിന്റെ സൗണ്ട് കേട്ടപ്പോൾ ചാടി ഇടിച്ച് പതുങ്ങിയിരിക്കണ മൂപ്പര്. ഇത് ഇക്ക. ഹലോ ഇക്ക. കുഞ്ഞേ എന്താ ചോദിക്കുന്നു. വിളിയിട്ടില്ലേ കുട്ടാപ്പി. അതാ വന്നല്ലേ. നിങ്ങളെ കണ്ട വരാണ്ടിരിക്കുവോ. അതാ വന്ന് അതാ നോക്ക്. ഇവിടെ ഇക്ക പുറത്തുപോയി വന്ന സ്നേഹപ്രകടനം അവിടെ നോക്ക്. എടുക്കുന്ന കുട്ടിനെ കണ്ട ഇക്കാന്റെ പിന്നാലെ പോണ കണ്ട.